അതുപോലെ അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ്. ഇതൊന്നും തീർന്നിട്ടില്ല. മഴ പലയിടത്തും ശക്തമാകുന്നു. ഇടയ്ക്ക് വടക്കൻ കേരളത്തിലായിരുന്നു ശക്തമായ മഴയെങ്കിൽ പിന്നീട് അത് മാറി ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്കൊക്കെ പോകുന്നു. എന്നാലും ഇവിടെയും മുന്നറിയിപ്പ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും പ്രധാനമായും എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിൽ നിന്ന് മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും റിപ്പോർട്ട് ചെയ്യാനുണ്ടാവുക അല്ലേ? ജിൽസി, തീർച്ചയായും മലബാർ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ഒപ്പം ശക്തമായ കാറ്റുണ്ടാകുമെന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴ അല്പം മാറി നിന്നിട്ടുണ്ടെങ്കിലും വീണ്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെതായ ജാഗ്രതകൾ ആവശ്യമായി വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിലങ്ങാട് ഭാഗത്ത് മുണ്ടക്കൈക്ക് സമാനമായ രീതിയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അവിടെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നിരവധി വീടുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. നിരവധി കർഷകർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പോൾ അവിടെ നഷ്ടപരിഹാരം നൽകേണ്ടതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ സർവേ നടക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ ഡ്രോൺ സർവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പോകുന്നത് കൊണ്ട് തന്നെ ഡ്രോൺ സർവേ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതാണ് ഇന്ന് വീണ്ടും തുടരുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കർഷകരുടെ ഭാഗത്തു നിന്നും നഷ്ടം സംബന്ധിച്ച അപേക്ഷകൾ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനമായുള്ള കാര്യം. കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ച ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് നടക്കുന്നത്.